ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥാ രസവാഹിനി അധ്യായം 7 ഭാഗം 3. ആത്മീയ ജ്യോതിസിനാൽ ഭാസുരമായ ഭഗീരഥൻ പിതാവ് ചുമതലപ്പെടുത്തിയ കാര്യത്തിൽ വിജയിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അദ്ദേഹം തൃപ്തികരമായ രീതിയിൽ രാജ്യം ഭരിച്ചെങ്കിലും വംശം നിലനിർത്തുന്നതിന് സന്താനങ്ങളില്ലാത്തതുകൊണ്ട് വ്യാകുലചിത്തനായി തീർന്നു. ഇതും ഗംഗയെ ആകാശത്തിൽ നിന്നും കൊണ്ടുവരിക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും രാജ്യത്തിൻ്റെ ഭരണ ചുമതല മന്ത്രിമാരിൽ അർപ്പിച്ചുകൊണ്ട് പ്രസിദ്ധമായ ഗോവർണ ക്ഷേത്രത്തിലെ പ്രശാന്തയിൽ കഴിയുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അവിടെ സൂര്യതാപത്തിൽ നിൽക്കുക, മാസത്തിൽ ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുക, ബാക്കി ദിവസങ്ങൾ ഉപവസിക്കുക തുടങ്ങിയ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, മകനെ ഭഗീരഥ, ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളുക, അത് നൽകുന്നതാണ്. 1000 ആദിത്യന്മാരുടെ ഉജ്ജ്വല പ്രകാശമുള്ളവരുടെ ദർശനമാണ് ഭഗീരഥനുണ്ടായത്. അദ്ദേഹം കൃതജ്ഞതയ്ക്കും ഭക്തിക്കും അധീനമായി ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. അദ്ദേഹം പ്രാർത്ഥിച്ചു, പ്രഭു, എൻ്റെ പ്രാപിതാമഹന്മാർ നരകത്തിൽ നിന്നും രക്ഷ നേടി സ്വർഗം പ്രാപിക്കാൻ തക്കവണ്ണം ആകാശഗംഗയെ ഭൂമിയിലേക്ക് പ്രവഹിപ്പിക്കുക. എൻ്റെ അവസാനത്തോടുകൂടി ഇക്ഷാകുവംശം അവശേഷിക്കാതിരിക്കത്തക്കവണ്ണം എനിക്ക് സന്താനങ്ങളെ അനുഗ്രഹിക്കുക. ആ വംശം തുടരുകയും ഉത്കർഷം പ്രാപിക്കുകയും ചെയ്യട്ടെ. അദ്ദേഹം പ്രഭുവിൻ്റെ പാദങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ അപേക്ഷ സമർപ്പിച്ചു. പ്രഭു മറുപടി നൽകി, മകനെ, നിന്റെ ആദ്യത്തെ ആഗ്രഹം നിറവേറ്റാൻ വളരെ പ്രയാസമുണ്ട്. എന്നിരുന്നാലും ഞാനത് നിനക്ക് നൽകുന്നു. രാജ്യവംശത്തെ സംബന്ധിച്ച വരം, അതേ, നിനക്കൊരു കുലീനനായ പുത്രനുണ്ടാകും. നിന്റെ വംശം തുടർന്നു പോവുകയും ഉത്കർഷം പ്രാപിക്കുകയും ചെയ്യും. എഴുന്നേൽക്കൂ. അത് കേട്ടപ്പോൾ ഭഗീരഥൻ എഴുന്നേറ്റു. പ്രഭു ഇങ്ങനെ തുടർന്നു, ഭഗീരഥ, ഗംഗ ജലസമൃദ്ധവും ഗതിവേഗം ഉള്ളതുമാണ്. അത് സ്വർഗത്തിൽ നിന്നും താഴെ പതിക്കുമ്പോൾ അതിൻ്റെ ആഘാതം താങ്ങാൻ ഭൂമിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഭൂമിയെ ഭരണകർത്താവെന്ന നിലയ്ക്ക് നാം അതിനെപ്പറ്റി ചിന്തിക്കുകയും ദാരുണമായ ആ വിപത്ത് ഒഴിവാക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുകയും വേണം. ഗംഗ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഫലം ആപൽക്കരമായിരിക്കും. അതുകൊണ്ട് നദിയെ ആദ്യം ശിവന്റെ ശിരസിൽ നിപതിക്കണം. അവിടെ നിന്നും ലഘുവായ ആപൽ സാധ്യതയോടുകൂടി ഭൂമിയിലേക്ക് നയിക്കുകയും വേണം. ഭൂവാസികളെ കണക്കിലെടുക്കുമ്പോൾ ഇതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. ഇതിനെപ്പറ്റി നല്ലവണ്ണം ചിന്തിക്കൂ. അത് അരുളി ചെയ്ത ശേഷം പ്രഭു അന്തർധാനം ചെയ്തു. അനന്തരം ഭഗീരഥൻ ശിവനെ പ്രസാദിപ്പിക്കുവാൻ തപസ്സാരംഭിച്ചു. അവസാനം ഗംഗയെ സ്വർഗത്തിൽ നിന്നും ഇറക്കുമ്പോൾ തൻ്റെ ശിരസിലേക്ക് സ്വീകരിക്കുന്നതിനുള്ള സമ്മതവും അനുഗ്രഹവും ശിവനിൽ നിന്ന് നേടുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അങ്ങനെ ഗംഗ ശിവശിരസിലേക്ക് നിപതിച്ച് അവിടെ നിന്നും ഭൂമിയിലേക്ക് 7 വ്യത്യസ്ത നദികളായി ഒഴുകി. അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരുടെ ഭസ്മം നരകത്തിൽ നിന്നും മോചനം കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് അതൊഴുകി. ഭഗീരഥൻ നയിച്ച മാർഗത്തിൽ കൂടി അത് പ്രവഹിച്ചു. ഈ വഴിയേക്കെല്ലാം ജനങ്ങൾക്ക് ഈ പുണ്യനദിയിൽ നിന്നും പ്രയോജനം സിദ്ധിച്ചു. അവർ സ്വയം പവിത്രീകരിക്കപ്പെട്ടു. ആകാശഗംഗയുടെ ശുദ്ധീകരണ സ്വാധീനം കൊണ്ട് അവർ പാപഫലങ്ങളിൽ നിന്നും വിമുക്തരായി. ഭഗീരഥൻ്റെ പ്രാപിതാമഹന്മാരും ത്രിവിധ പവിത്രതയുള്ള ആ നദിയുടെ കരയിൽ ചെയ്യപ്പെട്ട ശേഷക്രിയകളാലും അതിലെ ജലത്തിൻ്റെ സമ്പർക്കം മൂലവും സമുദ്ധരിക്കപ്പെട്ടു. ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് ആ നദിക്ക് ഭാഗീരഥി എന്ന പേർ സിദ്ധിച്ചു. പിതൃക്കളുടെ തൃപ്തിക്കും വേണ്ടിയുള്ള കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഭഗീരഥൻ അയോധ്യയിലേക്ക് മടങ്ങി. ഈശ്വര കാരുണ്യം കൊണ്ട് തൻ്റെ പിതാവിൻ്റെയും പിതാമഹൻ്റെയും ഉത്കടമായ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞതിൽ അദ്ദേഹം അതീവ സന്തുഷ്ടനായി. സംതൃപ്തരായ പ്രജകളുടെ സ്വാത്മപ്രചോദമായ അഭിവാദനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളരെ കാലം സാമ്രാജ്യം ഭരിച്ചു. ഒടുവിൽ അദ്ദേഹം കാലയവനിയയ്ക്കുള്ളിൽ തിരോധാനം ചെയ്തു. വിശ്വാമിത്രൻ രാമൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ കഥ ഇങ്ങനെ വിവരിച്ചപ്പോൾ രാമലക്ഷ്മണന്മാർ അത് കേൾക്കുന്നതിൽ ശ്രദ്ധാപൂർവം കാതോർത്തിരുന്നു. അതിലെ സംഭവങ്ങൾ അവരെ ഹർഷോന്മാദരാക്കി. സമയം ഏതാണ്ട് പാതിരാവായെന്നും അവർക്കെല്ലാം പോയി ഉറങ്ങാമെന്നും മഹർഷി പറഞ്ഞു. അതുകൊണ്ട് അവർ കുലഗുരുവിൻ്റെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് നദീതടത്തിലെ കട്ടിമണലിൽ തന്നെ ഉറങ്ങാൻ കിടന്നു. എന്നാൽ ലക്ഷ്മണന്മാർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവർക്ക് വിശ്രമം ആവശ്യമുണ്ടായിട്ടല്ല, തങ്ങളുടെ കുലഗുരുവിൻ്റെ ആജ്ഞ അനുസരിക്കുവാൻ വേണ്ടി മാത്രമാണ് അവർ മണൽത്തിട്ടയിൽ കിടന്നത്. പ്രഭാതം
സമാഗതമായി കാണുന്നതുവരെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഗംഗയുടെ അവതരണത്തെ സംബന്ധിച്ച അത്ഭുതകഥ സ്വയം ചിത്രീകരിച്ചുകൊണ്ട് അവർ കിടന്നു. നേരം പുലർന്നപ്പോൾ അവർ എഴുന്നേറ്റ് നദീതടത്തിൽ പോയി സ്നാനാദികളും പ്രഭാത കർമ്മങ്ങളും അനുഷ്ഠിച്ച് മുന്നോട്ടുള്ള യാത്രയ്ക്കൊരുങ്ങി. ചില ശിഷ്യന്മാർ കടത്തു തോണി തയ്യാറാക്കുന്നുവെന്ന് അറിയിച്ച ഉടനെ എല്ലാവരും അങ്ങോട്ടേക്ക് നീങ്ങി. തോണി കയറി പുണ്യനദി കടന്ന് ഉത്തര തീരത്തെത്തി. അവർ നടന്നുപോയ വനപ്രദേശങ്ങളിലെ ആകർഷകങ്ങളായ സുന്ദര ദൃശ്യങ്ങൾ വിസ്മയപൂർവ്വം നോക്കിക്കൊണ്ട് അവർ യാത്ര തുടർന്നു. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ മനോഹരമായ കെട്ടിടങ്ങൾ നിറഞ്ഞ വിസ്തൃതമായൊരു നഗരിയിലെത്തി. രാമൻ വിശ്വാമിത്രൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു, ഗുരു, അത്യാകർഷകമായ വനത്തിൽ ഇവിടെ നിന്നും ഒരു വൻ നഗരി കാണുന്നു. അത് ഏത് രാജ്യത്തിൽപ്പെട്ടതാണ്? മഹർഷി മറുപടി പറഞ്ഞു, രാമ, അത് അടുത്താണെന്ന് തോന്നുന്നു അല്ലേ? എന്നാൽ വാസ്തവത്തിൽ കുറേ സമയം കഴിഞ്ഞാലേ അവിടെ എത്തുകയുള്ളൂ. ഒരുപക്ഷെ നമ്മൾ അവിടെ എത്തുക സായങ്കാലത്തിലായിരിക്കും. നമ്മൾ അവിടെ ശരിയായും എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് അതിൻ്റെ ഉത്ഭവത്തെയും ഐശ്വര്യത്തെയും പറ്റിയുള്ള കഥ പറഞ്ഞു തരാം. അതിനിടയിൽ നാം യാത്ര തുടരുക. കണ്ണിൽ ഒരു മിന്നലാട്ടത്തോടും ചുണ്ടുകളിൽ മന്ദഹാസത്തോടും കൂടി മഹർഷി പറഞ്ഞ ഈ വാക്കുകൾ രാമൻ കേട്ടു. അദ്ദേഹം ഈ നിർദ്ദേശത്തെ അർത്ഥം മനസ്സിലാക്കി ഒരു വാക്കുപോലും മറുപടി പറയാതെ മുമ്പോട്ട് നടന്നു. അവർ താഴ്വരയിൽ ഇറങ്ങിയപ്പോൾ ഏതെങ്കിലും നഗരത്തിൻ്റെ യാതൊരടയാളമോ ആൾപ്പാർപ്പിൻ്റെ ലക്ഷണമോ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഉയർന്ന സ്ഥലത്തേക്ക് കയറിയപ്പോൾ നഗരം വളരെ അടുത്ത് കണ്ടു. ഇക്കണക്കിന് മുന്നോട്ട് നീങ്ങിയാണെങ്കിൽ വൈകുന്നേരമായാലും നഗരത്തിലെത്തുവാൻ കഴിയുകയില്ല എന്നവർക്ക് തോന്നി. വിശ്വാമിത്രൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നഗരം അപ്പോഴും വളരെ അകലെയായിരുന്നു. സന്ധ്യയായപ്പോൾ അവർ യാത്ര നിർത്തി. സ്നാനത്തിന് ശേഷം ശാസ്ത്രോക്തമായ രീതിയിൽ സന്ധ്യാവന്ദന കർമ്മങ്ങളെല്ലാം ചെയ്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കെ രാമൻ അതിനു മുമ്പ് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ മടങ്ങി. ഗുരു, അങ്ങ് സദയം ഞങ്ങളോട് ആ നഗരത്തെപ്പറ്റി പറയാമോ? ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ഞാനും ഇപ്പോൾ ആ സംഗതിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളെപ്പറ്റി നിനക്ക് ബോധമുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും എന്നിട്ടും മായയുടെ ആവരണം വസ്തുതയെ മറയ്ക്കുന്നു. മാത്രമല്ല തെറ്റായ പാതയിലേക്ക് കുത്തനെ നിബന്ധിക്കുകയും ചെയ്യുന്നു. സാഹസികമായി പ്രവർത്തിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും മനസ്സിൻ്റെ യജമാനന്മാരാവാൻ സാധ്യമല്ല. അസ്മാദൃശ്യന്മാർക്ക് പോലും അതിനെ നിയന്ത്രിക്കുവാൻ അസാധ്യമാണെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ വിധിയെപ്പറ്റി വിസ്തരിക്കേണ്ട ആവശ്യമില്ല. നീ നഗരത്തിൻ്റെ കഥയെപ്പറ്റി ചോദിക്കാൻ മറന്നിരിക്കുന്നു എന്ന ചിന്ത എൻ്റെ മനസ്സിൽ പെട്ടെന്നുദിച്ച സമയത്ത് തന്നെ നീ അതിനെപ്പറ്റി എന്നോട് ചോദിക്കുകയും ചെയ്തു. നീ സർവജ്ഞനാണെന്ന് കാണിക്കാൻ ഇതിനപ്പുറം തെളിവ് ആവശ്യമില്ല. രാമ, പുരാതന കാലത്ത് കാശ്യപന് 2 പത്നിമാരുണ്ടായിരുന്നു, അദിതിയും ദിതിയും. ദിതിയുടെ മക്കൾ അസാമാന്യമായ കായിക ശേഷിയുള്ളവരായിരുന്നു. അദിതിയുടെ മക്കൾ ധാർമ്മികമായ ഗാംഭീര്യത്തിൻ്റെ ഭണ്ഡാകാരങ്ങളായിരുന്നു. അവർ കൂടുതൽ ശക്തി ആർജിച്ചു വളർന്നു. ഇത്രയും സുന്ദരമായും വേഗത്തിലും അവർ വളർന്നു വരുന്നത് നോക്കി മാതാപിതാക്കന്മാർക്ക് ആശ്ചര്യവും അത്യാഹ്ലാദവും ഉണ്ടായി. ഒരു ദിവസം ദിതിയുടെയും അദിതിയുടെയും മക്കൾ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടു. വാർദ്ധക്യം ഒഴിവാക്കാനുള്ള ഉപായങ്ങളെ സംബന്ധിച്ച് ആയിരുന്നു ചർച്ച. ഒടുവിൽ പാൽക്കടൽ കടഞ്ഞു കിട്ടിയേക്കാവുന്ന അമൃതിന് മാത്രമേ രോഗം, വാർദ്ധക്യം, മരണം എന്നീ ശാരീരികമായ വിപത്തുകളെ തടയുവാനുള്ള കഴിവുള്ളൂ എന്ന നിഗമനത്തിലെത്തി. പിന്നെ അതിനായി ശ്രമം. മന്ദരശൃംഗം അടർത്തിയെടുത്ത് കടലിൽ വച്ച് അത് കടകോലായി വാസുകി എന്ന സർപ്പത്തെ കയറായും സ്വീകരിച്ച് വളരെ കാലം മഥനം ചെയ്തുകൊണ്ടിരിക്കെ വാസുകി വിഷം വമിക്കാൻ തുടങ്ങി. ഗിരിശൃംഗത്തിലെ പാറകളോട് വിഷപ്പുല്ല് കൂട്ടിയടിച്ചപ്പോഴുണ്ടായ വേദനയുടെ ഫലമായി അത് ക്രുദ്ധനായി തീർന്നു. വിഷത്തിൻ്റെ ആവി ഒരു വലിയ അഗ്നി പോലെ ആളിക്കത്തി. ഇത് കണ്ട് ദിതിയുടെയും അദിതിയുടെയും മക്കൾ ഭയചകിതരായി. ഈ അഗ്നിപ്രളയത്തിൽ തങ്ങൾ തന്നെ വെണ്ണീറായി പോകുമോ എന്നവർക്ക് തോന്നി. അവർ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു. വിഷ്ണു ഭഗവാൻ അവർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ ദിതിയുടെ മക്കൾ ദയനീയമായ നിലയിൽ പ്രാർത്ഥിച്ചു, പ്രഭു, ഞങ്ങളെ രക്ഷിച്ചാലും ഈ ഭയകരമായ വിപത്ത് നിർത്തിയാലും. വിഷ്ണു ശിവരൂപം കൈക്കൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ദേവന്മാരിൽ ഏറ്റവും മൂത്തയാളാണ്. അതുകൊണ്ട് ഈ മദന പ്രക്രിയയുടെ ആദ്യ ഫലം എനിക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ പറഞ്ഞ് ഈ അതിസംഭ്രമത്തിന് കാരണമായ ഹല വിഷയം അദ്ദേഹം പെട്ടെന്ന് തന്നെ കുടിച്ചു തീർത്തു. അതിൽ പിന്നെ ദിതിയുടെയും അദിതിയുടെയും മക്കൾ സമുദ്രമഥനം തുടർന്നു. അപ്പോൾ മറ്റൊരാപത്ത് അവരെ ഭീഷണിപ്പെടുത്തി. മന്ദരശൃംഗം പാലാഴിയിൽ ആണ്ടു തുടങ്ങി. അവർ വീണ്ടും
വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചു. അദ്ദേഹം അവർക്ക് വീണ്ടും പ്രത്യക്ഷനായി അവരോട് ഉറപ്പായി പറഞ്ഞു, അരിമക്കുട്ടികളെ, ഭയപ്പെടാതെ. പ്രഭു ഒരു ആമയുടെ ആകൃതി കൈക്കൊണ്ട് വെള്ളത്തിലേക്ക് താണു മന്ദരശൃംഗത്തിൻ്റെ അടിയിലെത്തി അതിനെ പുറത്തു വഹിച്ചുയർത്തി കടുപ്പമുള്ള തോടിനുമേൽ മദനം കഴിയുന്നതുവരെ സുരക്ഷിതമായി വെച്ചു. കശ്യപപുത്രന്മാർ അതീവ കൃതജ്ഞരായി, അത്യന്തം സന്തുഷ്ടരായി അവർ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. അനന്തരം ക്ഷീരാബ്ദിയിൽ നിന്നും കയ്യിൽ ദണ്ഡും കമണ്ഡലവുമായ ഒരു ദേവൻ ഉയർന്നു വന്നു. അദ്ദേഹമാണ് ധന്വന്തരി. ദിതിയുടെയും അദ്വിയുടെയും മക്കൾ ധന്വന്തരിയെ നോക്കി നിൽക്കെ തന്നെ പാലാഴിയിൽ നിന്നും കട്ടിയായ മധുരരസം ഒരു പന്തിൻ്റെ ആകൃതിയിൽ പൊന്തി വന്നു. ഉത്തരക്ഷണത്തിൽ അത് പൊട്ടിച്ചെതറി. അതിൽ നിന്നും പുറത്തു വന്നത് അതിസുന്ദരികളായ യുവതികളായിരുന്നു. രസത്തിൽ നിന്നും ജന്മം കൊണ്ടവരായതുകൊണ്ട് അവർ അപ്സരസ്സുകൾ എന്ന് വിളിക്കപ്പെട്ടു. അവർ തങ്ങളെ വിവാഹം ചെയ്യാനായ അദ്വിയുടെയും ദിതിയുടെയും മക്കളെ പല വഴിക്കും സ്വാധീനിക്കാൻ നോക്കി. അവർ പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു. പക്ഷേ അവരുടെ എല്ലാ ശ്രമങ്ങളും വിഫലമായി. അവർ വിവാഹിതരായി സ്വതന്ത്രരും ചഞ്ചലചിത്തരുമായി കഴിഞ്ഞുകൂടി. അവർ അവിവാഹിതരായി സ്വതന്ത്രരും ചഞ്ചലചിത്തരുമായി കഴിഞ്ഞുകൂടി. തിരമാലകൾക്കിടയിൽ നിന്നും ജലദേവന്റെ പുത്രിയായ വാരുണി ഉയർന്നു വന്നു. അവളുടെ വശം ഒരു പാത്രം നിറയെ മാദകമായ മദ്യമുണ്ടായിരുന്നു. മദ്യവുമായി ഒരു ബന്ധം ഉണ്ടാക്കാൻ ദിതിയുടെ മക്കൾ തയ്യാറായില്ല. അതിഥിയുടെ മക്കൾ അത് ആസക്തിയോടെ അകത്താക്കി. സ്വീകരിക്കുന്നവർ അസുരന്മാർ എന്നും അത് സ്വീകരിച്ചവർ സ്വീകരിക്കാതിരുന്നവർ അസുരന്മാർ എന്നും അത് സ്വീകരിച്ചവർ സുരർ എന്നും അറിയപ്പെട്ടു. അവസാനം പാൽക്കടലിൽ നിന്നും അമൃതം ഉയർന്നു വന്നു. ആരാണ് അമൃത് കഴിക്കേണ്ടവർ എന്നതിനെ ചൊല്ലി ദിതിയും അതിഥിയുടെയും മക്കൾ തമ്മിൽ വലിയ വഴക്കായി. അത് ഭയങ്കരമായ ഒരു യുദ്ധമായി വളരുകയും ചെയ്തു. ആ യുദ്ധത്തിൽ അതിഥിയുടെ പുത്രന്മാർ ദിതിയുടെ പുത്രന്മാരെ നശിപ്പിക്കാൻ തുടങ്ങി. ആ യുദ്ധം വംശനാശം തന്നെ വരുത്തിയേക്കുമോ എന്ന് ഭയപ്പെടേണ്ടി വന്നു. ആ ഘോരം സമരത്തിൽ ഇരു കക്ഷികളുടെയും ആയുധപ്രയോഗത്തിൻ്റെ ഫലമായി ഭൂമി വിറച്ചു. ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും കാർമേഘ പടലങ്ങൾ ലോകത്തിനുമേലെ പടർന്നു. പെട്ടെന്ന് സമ്മോഹനമായ രൂപസൗന്ദര്യമുള്ള ഒരു യുവതിയുടെ രൂപത്തിൽ വിഷ്ണു ആ മത്സരിക്കുന്ന കക്ഷികളുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവരെ എല്ലാവരുടെയും മനസ്സ് മാറ്റിയിളക്കുവാൻ ആ സുലഭ രമണീയതയ്ക്ക് സാധിച്ചു. അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം അവൾ ആകർഷിച്ചു. അവളുടെ പ്രത്യക്ഷാവസ്ഥയിൽ അമൂല്യമായ അമൃതം അപ്രത്യക്ഷമായി. ദിതിയുടെ മക്കളെല്ലാം വധിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലമായി അവരുടെ മാതാവിനുണ്ടായ ദുഃഖം ആശ്വസിപ്പിക്കുവാൻ അസാധ്യമായ തരത്തിലുള്ളതാണെന്ന് പറയേണ്ടതില്ലല്ലോ. അവരെ ക്രമനിലയിലേക്ക് കൊണ്ടുവരുവാൻ കശ്യപന് കഴിഞ്ഞില്ല. വസ്തുക്കളുടെ നശ്വരതയെപ്പറ്റി അവളെ പഠിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെല്ലാം അമ്പേ പരാജയപ്പെട്ടു. ലോക അവസാനം തന്നെ വന്നുവോ എന്ന വിധം അവൾ മർമ്മഭേദകമായി അലമുറയിട്ടു. ഒടുവിൽ ദിതി സ്വയം അടങ്ങി. അവൾ കശ്യപനെ സമീപിച്ച് കഠിനമായ വ്യത മനസ്സിൻ്റെ അഗാധതയിൽ നിമജ്ജനം ചെയ്ത് പറഞ്ഞു, നാഥ, ഇത് ന്യായമാണോ? എനിക്കും അതിഥിക്കും അങ്ങിൽ നിന്നും സന്താനങ്ങളുണ്ടായി. എന്നാൽ ഇപ്പോൾ എനിക്കൊരു കുട്ടി പോലുമില്ല. അത് ന്യായമാണോ? അല്പായുസുക്കളായ അനേകം കുട്ടികൾ ഉണ്ടാകുന്നതിനേക്കാൾ ദീർഘായുസായ ഒരു കുട്ടി ഉണ്ടാവുകയാണ് ഏറ്റവും ആഭികാമ്യം. അങ്ങനെയല്ലേ? ഇത്തരത്തിൽ അവൾ ഉറക്കെ അലവിളിച്ചപ്പോൾ കശ്യപൻ അവളെ സമാശ്വസിപ്പിച്ചു. ദീർഘായുഷ്മാനായ ഒരു കുട്ടി ഉണ്ടാകുവാനായി തപസ് ചെയ്യുവാൻ പറഞ്ഞു. സ്വന്തം ആഗ്രഹം ഒരിക്കലും നിറവേറ്റാൻ സാധിക്കാത്ത ആ ദുഃഖം ഉപേക്ഷിക്കുവാൻ അദ്ദേഹം അവളെ ഉപദേശിച്ചു. കശ്യപനാൽ പ്രോത്സാഹിതയായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കാക്ഷിച്ചുകൊണ്ട് അവൾ ഉടനെ സ്ഥലം വിട്ടു. ദേവനാഥനായ ഇന്ദ്രനെ പരാജയപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു പുത്രനുണ്ടാവുക എന്ന വരം ദേവന്മാരിൽ നിന്ന് ലഭിക്കാനുള്ള പ്രകടമായ ഉദ്ദേശത്തോടുകൂടി തപസ് ആരംഭിച്ചു. കശ്യപൻ അവളോട് പറഞ്ഞു, തപസ് എളുപ്പമായ സാധനയൊന്നുമില്ല. അല്ല, അതിൻ്റെ പര്യവസാനം വരെ പരിശുദ്ധി പാലിക്കേണ്ടതുണ്ട്. ഒരു നിയമവും ഒരു കണിക പോലും ലംഘിക്കാതെ എല്ലാ വ്രതങ്ങളും പ്രതിജ്ഞകളും പാലിക്കേണ്ടതുണ്ട്. എന്നാലേ ദേവന്മാർ പ്രസാദിച്ച് വരദാനം ചെയ്യുകയുള്ളൂ. ദിതി കുശപ്ലവം എന്ന സ്ഥലത്തെത്തി കഠിനമായ തപസ് ആരംഭിച്ചു. അവരുടെ ദൃഢനിശ്ചയം അറിഞ്ഞ ദേവേന്ദ്രൻ അവരെ ഒന്ന് പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. അവരുടെ പരിചാരകരുടെ രൂപത്തിൽ അവരുടെ കൂടെ കൂടി. ദിതിയുടെ പ്രാർത്ഥന ഫലിച്ചു.
ദിവ്യാനുഗ്രഹം കൊണ്ട് അവൾ ഗർഭിണിയായി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഇന്ദ്രൻ പരിചാരികരുടെ രൂപത്തിൽ അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം മധ്യാഹ്നത്തിൻ്റെ കൊടുംചൂടിൽ ഉറക്കം തൂങ്ങിയ അവൾ മെത്തയിൽ അഴിഞ്ഞ മുടിയോടും കാൽ വയ്ക്കേണ്ടിടത്ത് തല വെച്ചും കിടന്നു. ഇത് തപശ്ചര്യ കാലത്ത് പാലിക്കപ്പെടേണ്ട പരിശുദ്ധിയുടെ നിയമങ്ങൾക്ക് എതിരായിരുന്നു. അതുകൊണ്ട് ഇന്ദ്രന് ഉദ്ദേശിച്ച സൗകര്യം കിട്ടി. അവളുടെ കിടപ്പ് മതവിരുദ്ധവും ശാസ്ത്രങ്ങൾക്ക് എതിരുമാണെന്ന് ഇന്ദ്രൻ കണ്ടു. അവളുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണത്തെ തുണ്ടുതുണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം അവളെ ശിക്ഷിച്ചു. തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ അവയവങ്ങൾക്കും തുണ്ടുകൾക്കും വേണ്ടി ആ മാംസഖണ്ഡങ്ങൾ ഗർഭപാത്രത്തിൽ നിന്ന് വിലപിക്കാൻ തുടങ്ങി. പരിചാരകരായ ഇന്ദ്രൻ അവരോട് മൃദുവായി പറഞ്ഞു, മാരുത, കരയരുത്. ദിതിക്ക് ഭയങ്കരമായ രക്തസ്രാവമുണ്ടായി. അവൾ തൻ്റെ ദുർവിധിയെ പഴിച്ച് ദീനദീനം വിലപിച്ചു. ഇന്ദ്രൻ അവളെ മുമ്പാകെ കൈകൂപ്പി നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മാതാവേ, മാപ്പ് നൽകൂ. അങ്ങ് തപശ്ചര്യകാലത്ത് പരിശുദ്ധിയുടെ നിയമങ്ങൾ ലംഘിച്ചു പ്രവർത്തിച്ചു. അങ്ങനെ വ്രതഭംഗത്തിന് ഇടയായി. അങ്ങയുടെ കോശം അഴിഞ്ഞും അങ്ങയുടെ കേശം അഴിഞ്ഞും ശിരസ് മെത്തയിൽ പാദം വയ്ക്കേണ്ട സ്ഥലത്തും ആയിരുന്നു. അങ്ങ് ഈ രീതിയിൽ കിടന്നുറങ്ങിയപ്പോൾ അങ്ങയുടെ തപസ് ശിഥിലമായി. അങ്ങേക്ക് ലഭിച്ചേക്കാവുന്ന തപസ്സിൻ്റെ ഫലം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി തഞ്ചം പാർത്തിരുന്ന ശത്രു ഇങ്ങനെയൊരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമോ? ഞാൻ ഈ രൂപത്തിൽ വന്ന ഇന്ദ്രനാണ്. അങ്ങേക്ക് എന്നെ കൊല്ലാൻ കഴിയുന്ന ഒരു പുത്രനുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചത് അല്ലേ? അമ്മ ഗർഭപാത്രത്തിലെ ഭ്രൂണം എന്നെ നശിപ്പിക്കാനുള്ളതായിരുന്നു. അതുകൊണ്ട് എൻ്റെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഞാൻ ആ തഞ്ചം പ്രയോജനപ്പെടുത്തി. കുറ്റപ്പെടുത്തത്തക്ക തന്ത്രങ്ങളിൽ കൂടിയല്ല ഞാൻ അവനെ നശിപ്പിച്ചത്. അങ്ങയുടെ പരിപാടിയുടെ വിജയത്തിന് വ്രതം നിഷ്കർഷയോടെ അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്നങ്ങേക്കറിയാം. അങ്ങ് നിയമങ്ങൾ ലംഘിച്ചില്ല എന്ന് സ്വയം ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. ഭ്രൂണത്തെ ഞാൻ 7 കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ചിട്ടുള്ളത്. ഞാൻ അവയോട് മാരുത എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 7 ദിവ്യമരുത്തുക്കളായി അവർ ജനിക്കും. ഞാൻ അങ്ങേക്ക് ഈ വരം തരുന്നു. അങ്ങനെ പറഞ്ഞ് ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് പോയി. രാമ, ഇതാണ് ഇന്ദ്രനും ദിതിയുമായി സംഭാഷണം അനുരഞ്ജന സംഭാഷണവും നടന്ന സ്ഥലം. ഇവിടെ ഇക്ഷ്വാകുവിന് അലംബാദേവിയിൽ വിശാലൻ എന്ന പേരായൊരു പുത്രനുണ്ടായി. വിശാലൻ സ്വന്തം പേരാണ് ഈ രാജ്യത്തിന് നൽകിയത്. വിശാലന് ഹേമചന്ദ്രൻ എന്നൊരു കുട്ടി പിറന്നു. ശക്തനായ ഹേമചന്ദ്രൻ എന്ന പേരിൽ പ്രസിദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സുഭദ്രൻ എന്നൊരു പുത്രൻ, അവന് ദ്രുമാശ്വൻ എന്നൊരു മകൻ, ദ്രുമാശ്വന് ശ്രീജയൻ എന്നൊരു പുത്രൻ. ശ്രീജയൻ്റെ മകനാണ് സഹദേവൻ. സഹദേവൻ വളരെ സമ്പന്നനും ക്ഷേമൈശ്വര്യങ്ങളുള്ള ആളുമായിരുന്നു. നീതിയുടെയും ധർമ്മിഷ്ഠയുടെയും ഒരു സ്തംഭമായിരുന്നു അദ്ദേഹം. അതിശക്തമായ ഒരു ഭരണകർത്താവ് കൂടിയായിരുന്നു ആ വീരൻ. ദീർഘകാലം ജനക്ഷേമകരമായി അദ്ദേഹം ഭരണം നടത്തി. അദ്ദേഹത്തിൻ്റെ പുത്രൻ സോമദത്തന് കാകുസ്തൻ എന്നൊരു മകനുണ്ടായിരുന്നു. ആ പരാക്രമിയായ രാജാവിൻ്റെ പുത്രനായിരുന്നു സുമതി. അദ്ദേഹത്തിനും ധർമ്മിഷ്ഠനും സദ്ഗുണസമ്പന്നനുമായ ഒരു രാജാവായിരുന്നു. പരിശുദ്ധിയിലും ദിവ്യതയിലും അദ്ദേഹം ദേവതുല്യനായിരുന്നു. രാമ, നാം വിശാല നഗരത്തിലേക്ക് പ്രവേശിക്കും, അവിടെ ഉറങ്ങും. ജനക ചക്രവർത്തിയുടെ നഗരത്തിലേക്ക് നാളെയാണെത്തുക. ഈ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും സന്തുഷ്ടരായി. വിശ്വാമിത്രൻ്റെ ആഗമനം ദൂതന്മാർ മുഖേന സുമതി അറിഞ്ഞു. വന്ദികൾ, മന്ത്രിമാർ, പണ്ഡിതന്മാർ, പുരോഹിതന്മാർ മുതലായവരുടെ അകമ്പടിയോടുകൂടി സുമതി മഹർഷിയുടെ സന്നിധിയിൽ വേഗമെത്തി. നഗരത്തിൽ പ്രവേശിച്ച് മഹർഷിയുടെ നിവാസം കൊണ്ട് രാജധാനി പരിശുദ്ധമാക്കണമെന്ന് രാജാവ് അപേക്ഷിച്ചു. രാജാവിൻ്റെ വിനയവും ആദരപ്രകടനവും വിശ്വാമിത്രനെ വളരെ സന്തോഷിപ്പിച്ചു. രാജാവിൻ്റെ ആരോഗ്യത്തെയും സുഖത്തെയും രാജ്യത്തെയും സംബന്ധിച്ച് അദ്ദേഹം സ്നേഹമധുരമായി അന്വേഷിച്ചു. അവർ രാജകാര്യങ്ങളെക്കുറിച്ചും രാജവംശത്തെപ്പറ്റിയും സംഭാഷണം ചെയ്തു. ആ ഘട്ടത്തിലാണ് സുമതിയുടെ ദൃഷ്ടി ലക്ഷ്മണന്മാരുടെ മേൽ പതിച്ചത്. അവരുടെ സൗന്ദര്യവും അന്തസ്സും രാജാവിനെ ഘടാതാകർഷിച്ചു. ആ സിംഹക്കുട്ടികൾ ആരാണെന്ന് അദ്ദേഹം വിശ്വാമിത്രനോട് അന്വേഷിച്ചു. വിശ്വാമിത്രൻ മറുപടി പറഞ്ഞു, സുമതി, ഇതൊരു നീണ്ട കഥയാണ്. അത് പറയാൻ ഇപ്പോൾ സമയമില്ല. താങ്കളുടെ സ്ഥലമെത്തിയാൽ ഞാൻ മുഴുവൻ കഥയും
മുഴുവൻ കഥയും പറഞ്ഞു തരാം. അദ്ദേഹത്തിനോടൊന്നിച്ച് സഞ്ചരിച്ചിരുന്ന സന്യാസിമാരോടും തപസ്സികളോടും സഹോദരന്മാരായ രാമലക്ഷ്മണന്മാരോടും വിശാല നഗരിയിലേക്ക് നടന്നുകൊള്ളുവാൻ മഹർഷി നിർദ്ദേശിച്ചു. അദ്ദേഹവും എഴുന്നേറ്റ് സുമതിയോട് രാജ്യസംബന്ധമായ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു കൊണ്ട് നടന്നു. അവർ നഗര കവാടത്തിലെത്തിയപ്പോൾ വിവിധ ഉപകരണങ്ങളിൽ നിന്നും ഉയർന്ന സംഗീതം ആകാശത്തെ ഭേദിച്ചു. ബ്രാഹ്മണർ ശാസ്ത്രോക്തമായ രീതിയിൽ സ്വാഗതവും ആശിസ്സുകളും അടങ്ങുന്ന മന്ത്രങ്ങൾ ചൊല്ലി. വിശാല രാജാവിനാൽ ഒരുക്കപ്പെട്ട സ്വീകരണ വിരുന്നിൽ പങ്കെടുത്ത ശേഷം വിശ്വാമിത്രൻ അവിടെ സന്നിഹിതനായിരുന്ന രാജബന്ധുക്കൾ, പുരോഹിതന്മാർ, പണ്ഡിതന്മാർ എന്നിവരോട് തൻ്റെ സിദ്ധാശ്രമത്തിൻ്റെയും അവിടെ താൻ നടത്തിയ യജ്ഞത്തിൻ്റെയും യജ്ഞരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാർ നടത്തിയ വീരോചിതമായ പരിശ്രമത്തിൻ്റെയും ആക്രമിക്കാനെത്തിയ രാക്ഷസരിൽ നിന്നും യജ്ഞസ്ഥലം അവർ രക്ഷിച്ചതിൻ്റെയും കഥ വിവരിച്ചു കൊടുത്തു. രാജകുമാരന്മാരുടെ യുദ്ധവൈദഗ്ധ്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും കഥകൾ കേട്ടവർ ആശ്ചര്യപരതന്ത്രരാവുകയും അതിരറ്റ ആനന്ദം അനുഭവിക്കുകയും ചെയ്തു. അവർ ആരാധനാപൂർവ്വം രാമലക്ഷ്മണന്മാരെ നോക്കി. ആ കുമാരന്മാർ വീണ്ടും അവതരിച്ച നരനാരായണന്മാരാണെന്ന് അവർക്ക് തോന്നി. ഭക്ത്യാദരങ്ങൾക്ക് അധീനരായ അവർ അവരുടെ മുമ്പാകെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. രാത്രി വളരെ വൈകിയതുകൊണ്ട് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി അവർക്ക് വിശ്രമത്തിന് പ്രത്യേകമായി സൗകര്യപ്പെടുത്തിയിരുന്ന വസതിയിലേക്ക് പോയി. പുലരുന്നതിനു മുമ്പ് അവർ ഉണർന്ന് പ്രഭാത സ്നാനം, സന്ധ്യാവന്ദനം മുതലായ കഴിച്ച് ഗുരുവിൻ്റെ അടുക്കലേക്ക് ചെന്നു. യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഒരുങ്ങുന്നതിന് ശരിയായ സമയത്താണ് അവിടെ എത്തിയത്. അവർ സുമതി രാജാവിന് നന്ദി പ്രകാശിപ്പിച്ച് മിഥിലയിലേക്കുള്ള യാത്ര തുടർന്നു. സുമതി കുറേ ദൂരത്തോളം അനുഗമിച്ചു. അനന്തരം മഹർഷിയോടും മറ്റുള്ളവരോടും സമ്മതം വാങ്ങി മടങ്ങി. വിശ്വാമിത്രൻ സ്വശിഷ്യന്മാരോടും രാജകുമാരന്മാരോടും കൂടി യാത്ര തുടർന്നു. മധ്യാഹ്നമായപ്പോൾ അവരൊരു വിശാല ഉപവനത്തിലെത്തി. വർഷങ്ങൾക്കു മുമ്പ് ആ സ്ഥലത്ത് അനേകം ആശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തോന്നി. അപ്പോൾ ആ വസതികളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഒരു കാലത്ത് പ്രേമപൂർവമായ ശ്രദ്ധയോടുകൂടി പരിരക്ഷിക്കപ്പെട്ടതും ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കപ്പെട്ട പവിത്രമായ അഗ്നി ജ്വലിപ്പിക്കപ്പെട്ടതുമായ യജ്ഞവേദികൾ കാണണമായിരുന്നു. തപസ്സികളാലും മഹർഷിമാരാലും പവിത്രീകരിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അതെന്ന് രാമൻ മനസ്സിലാക്കി. തൻ്റെ ഊഹം വിശ്വാമിത്രൻ്റെ ശ്രദ്ധയ്ക്ക് വിഷയമായി. വിശ്വാമിത്രൻ മന്ദസ്മിതം തൂകിക്കൊണ്ട് പറഞ്ഞു, രാമ, എത്ര ശരിയായിട്ടാണ് നീ നിരീക്ഷിച്ചത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവിടെ നിവസിച്ചിരുന്ന മഹാത്മാവ് എന്തിന് സ്ഥലം വിട്ടുപോയി എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിക്കൂ. ദേവന്മാർ പോലും ആ ആശ്രമത്തെ പുകഴ്ത്താറുണ്ട്. ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമാണ്. വളരെ വർഷങ്ങളോളം അദ്ദേഹം ഇവിടെ പത്നിയായ അഹല്യമൊത്ത് തപസ്സനുഷ്ഠിച്ചു. സന്തോഷത്തോടുകൂടി കഠിന തപസ്സുകൾ അനുഷ്ഠിച്ചു. അനേകം യജ്ഞങ്ങൾ നടത്തി. ഈ ഉപവനം ആത്മീയ പ്രഭാവം കൊണ്ട് ഉജ്ജ്വലമായ പ്രഭയുള്ളതായിരുന്നു. അത് പ്രസന്നവും ശാന്തിയും ആനന്ദവും കൊണ്ട് പൂർണ്ണമായിരുന്നു. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഓരോ ദിനവും പുണ്യദിനമായിരുന്നു. മഹർഷിയുടെ പത്നിയായ അഹല്യയും സദ്ഗുണസമ്പന്നയും സച്ചരിതയും ആയിരുന്നു. അവർ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണ നക്ഷത്രമായിരുന്നു. ശാരീരിക സൗന്ദര്യത്താലോ ആകർഷത്വത്താലോ അവർക്ക് സമാനമായി ആരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗൗതമൻ എന്നും അവരെ അവധാനപൂർവമായ ശ്രദ്ധയോടുകൂടി കാത്തുരക്ഷിച്ചു പോന്നു. ഒരു ദിവസം ഗൗതമൻ ആശ്രമത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ ദേവേന്ദ്രൻ ഗൗതമൻ്റെ രൂപത്തിൽ അവിടെ വന്നു. ഗുണവതിയായ പത്നി അദ്ദേഹത്തെ സ്വഭർത്താവാണെന്ന് തന്നെ ധരിച്ചു. ബഹുമാനാദരങ്ങളോട് ശുശ്രൂഷിച്ചു. പക്ഷേ ആ ഘട്ടത്തിൽ യഥാർത്ഥ ഗൗതമൻ കടന്നു വന്നു. അവളുടെ അവാസ്തവമായ അവിശ്വാസ്യതയെ കണ്ടുപിടിച്ചു. വേഷപ്രച്ഛന്നനായിരുന്നെങ്കിലും ഇന്ദ്രനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. രോഷം കൊണ്ട് കത്തിജ്വലിച്ച് ദുരാത്മാവേ എന്നലറി. പക്ഷേ ഇന്ദ്രൻ അപ്പോഴേക്കും അപ്രത്യക്ഷനായി കഴിഞ്ഞു. അദ്ദേഹം അഹല്യയുടെ നേരെ തിരിഞ്ഞ് ക്രോധത്തോടെ ഗർജിച്ചു. അധർമ്മത്തിൽ ഏർപ്പെട്ട് നീ ഈ ആശ്രമം നശിപ്പിക്കുവാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഒരു നിമിഷം ഞാനിനി ഇവിടെ നിൽക്കുകയില്ല. നിന്റെ മുഖദർശനം എനിക്ക് അസഹ്യമാണ്. തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാതെ ഒരു പിശാചെന്ന പോലെ വായു ഭക്ഷിച്ച് വല്ല കുറ്റിച്ചെടികളുടെയും പിന്നിൽ തളർന്നു വീണോളൂ. ഞാൻ പോകുകയാണ്. വഞ്ചന കൊണ്ട് അപവിത്രീകരിക്കപ്പെട്ട ഈ സ്ഥലം ഗൗതമൻ വെറുത്തു.
അഹല്യ ദയനീയമായി വിലപിച്ചു. താൻ പാപമൊന്നും ചെയ്യാത്ത നിരപരാധിയാണെന്ന് വാദിച്ചു. വേഷപ്രച്ഛന്നത്വം കൊണ്ട് ആളെ മനസ്സിലാക്കാനാവാതെ തൻ്റെ ഭർത്താവിനോട് മാത്രമുള്ള ഭക്ത്യാദരങ്ങളാൽ പ്രേരിതയായി പ്രവർത്തിച്ചതാണെന്നും തനിക്ക് ഭർത്താവിനോടുള്ള ഭക്തിധർമ്മത്തിൽ ആത്മനിയന്ത്രണം വിട്ടുപോയതാണെന്നും മറ്റും ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു. അവളുടെ നിരപരാധിത്വ പ്രസ്താവനകൾ അവസാനം മനസ്സലിഞ്ഞ ഗൗതമന് സത്യാവസ്ഥ വെളിപ്പെട്ടു. പക്ഷേ ഒരിക്കൽ പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ കഴിയാത്തതിനാൽ അദ്ദേഹം പറഞ്ഞു, അഹല്യേ, ഞാൻ പറഞ്ഞ വാക്കിനെതിരായി ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കാൻ ഞാൻ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ദശരഥപുത്രനായ രാമൻ ഈ വഴിക്ക് വന്ന് നിന്നെ കാണാനിടയാകുന്നതുവരെ കുറ്റിക്കാട്ടിലോ മുൾച്ചെടികളുടെ പിറകിലോ ദുഃഖിച്ചും പട്ടിണി കിടന്നും കഴിയൂ. രാമൻ നിന്നെ കണ്ടാൽ നിന്റെ മേൽ കാരുണ്യം വർഷിക്കും. അവിടുത്തെ പാദം സ്പർശിക്കുന്നതിന് നിന്നെ അനുവദിക്കും. അത്യന്തം കരുണയോടുകൂടി നിന്നോട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ദർശനവും സ്പർശനവും സംഭാഷണവും നിന്റെ മാലിന്യം കഴുകിക്കളയും. അതിൻ്റെ ഫലമായി നിന്റെ തനിരൂപത്തിലും സൗന്ദര്യത്തിലും നീ പ്രശോഭിക്കും. അന്ന് ഞാൻ നിന്നോടൊന്നിച്ചു ചേരും. ഇങ്ങനെ പറഞ്ഞ് ഗൗതമൻ സ്ഥലം വിട്ടു ഹിമാലയ പ്രദേശത്തേക്ക് തിരിച്ചു. ആ നിമിഷം മുതൽ അഹല്യയ്ക്ക് പേരും രൂപവും നഷ്ടമായി. അവൾ വായു ഭക്ഷിച്ച് തപസ്സിൽ അഗാധമായി മുഴുകി ആത്മനാഥനുമായി വീണ്ടും കൂടിച്ചേരുന്നതിനുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് സുന്ദരമായിരുന്ന ഈ ഉപവനം അവഗണന അനുഭവിച്ച് ഇങ്ങനെയായി തീർന്നു. വിശ്വാമിത്രൻ ഈ കഥ പറഞ്ഞപ്പോൾ രാമചന്ദ്രൻ അത്യാശ്ചര്യം പ്രകടിപ്പിച്ചു. എന്ത്, അവൾ എന്നെ കാത്തിരിക്കുകയാണെന്ന് അങ്ങ് പറയുന്നു? പാവം, അവൾ എവിടെയാണ് തപസ്സിരിക്കുന്നത്? എവിടെയെന്നാണെന്ന് പറയൂ. രാമൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ വിശ്വാമിത്രനും ലക്ഷ്മണനും കുറേ ദൂരം വരെ അനുഗമിച്ചു. അദ്ദേഹം കൂടിപ്പിണഞ്ഞു നിൽക്കുന്ന കുറേ കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് പോയി ഒരു മുൾച്ചെടിയുടെ പിന്നിലെ ഒരു കുടിലിൽ കടന്നു ചെന്നു. അഹല്യ ആ നിമിഷം വരെ തപസ്സിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവൾ ദേവന്മാരുടെയും രാക്ഷസന്മാരുടെയും മനുഷ്യന്മാരുടെയും ദൃഷ്ടികളിൽ നിന്നും വളരെ അകലെയായിരുന്നു. അവൾ സ്വന്തം പേര് മറന്നിരുന്നു. രൂപവും നഷ്ടപ്പെട്ടിരുന്നു. ഭക്ഷണം, ഉറക്കം എന്നിവയ്ക്കൊന്നും അവൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവൾ ഒരു പാറ കഷ്ണം പോലെ അങ്ങനെ നിൽക്കുകയായിരുന്നു. മേഘങ്ങളാൽ പൂർണ്ണമായും മറയ്ക്കപ്പെട്ട ചന്ദ്രബിംബം പോലെയോ മുറ്റിയുയർന്ന ധൂമയവനികയിൽ മൂടപ്പെട്ട യാഗാഗ്നി പോലെയോ അവൾ കാണപ്പെട്ടു. രാമൻ അവളെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലടികൾ അവളെ സ്പർശിച്ചു. അഹല്യ തല ഉയർത്തി രാമൻ്റെ ദിവ്യ കോമളമായ രൂപം കണ്ടു. എൻ്റെ പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കാനെത്തിയ ഈശ്വര, ഞാൻ രക്ഷിക്കപ്പെട്ടു. അവസാനം അങ്ങയുടെ ഹൃദയം ഇളകി. ആനന്ദമൂർച്ചയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ രാമൻ്റെ കാലടികളിൽ പിടിച്ചു. അവൾ പല സ്തോത്രങ്ങളിലൂടെ അവളുടെ കൃതജ്ഞത പ്രകടിപ്പിച്ചു. മേഘങ്ങളുടെ പിന്നിൽ നിന്നും ചന്ദ്രൻ എന്ന പോലെ അവൾ ദീപ്തിയോടും നവോന്മേഷത്തോടും കൂടി എഴുന്നേറ്റു. ആ സമയത്ത് യോഗരഹസ്യങ്ങളുടെ സമ്പൂർണ്ണ ജ്ഞാനമുള്ള ഗൗതമനും അവരുടെ മുമ്പിലെത്തി. രാമൻ വന്നിട്ടുണ്ടെന്നും തൻ്റെ പത്നിയെ മോചിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിഞ്ഞിരുന്നു. കഠിന തപസ്സിനാൽ പവിത്രീകരമൃതയും രാമനാൽ അനുഗ്രഹീതയും ആയ അവളെ മഹർഷി സ്വീകരിച്ചു. പതിയും പത്നിയും ആനന്ദത്താൽ മതിമറന്ന് രാമലക്ഷ്മണന്മാരുടെ കാൽക്കൽ നമസ്കരിച്ചു. ഗൗതമൻ വിശ്വാമിത്രനോട് ബഹുമാനവും ആദരവും പ്രദർശിപ്പിച്ചു. തങ്ങൾ കണ്ട അത്ഭുതം കൊണ്ട് ശിഷ്യൻ സംഘവും വിസ്മിതരായി. അവർ ആ സഹോദരന്മാരെ ആശ്ചര്യപൂർവ്വം വീക്ഷിച്ചു. വിശ്വാമിത്രൻ ഗൗതമനോട് അനുവാദം വാങ്ങി രാമലക്ഷ്മണന്മാരോടൊന്നിച്ച് വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് സഞ്ചാരം തുടർന്നു. സായിറാം.